നമസ്കാരം. ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും ഇനി ഈ ജന്മത്തിൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന അറിയാത്ത തേങ്ങൽ മൗനമായി പറയാതെ പോയ ഒരു യാത്രാമൊഴിയുടെ നൊമ്പരം ഒരു തലയാട്ടിലിൽ ഒതുക്കി വീണ്ടും ഒരിക്കൽ കാണുമെന്ന പ്രതീക്ഷയോടെ. പലപ്പോഴും വേർപിരിയലുകൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പല കാരണങ്ങൾ കൊണ്ട് അയാളെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടി വരുമ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ അറിയാതെ ആരോ മന്ത്രിക്കുന്ന പോലെ തോന്നിയിട്ടില്ലേ? ഇനിയും ഒരിക്കൽ നിന്നെ വീണ്ടും കാണുമെന്നും ആ പ്രണയം തിരികെ ലഭിക്കുമെന്നും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ പ്രണയവും പ്രണയ വിശേഷങ്ങളുമായി കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ജി വേണുഗോപാലും സുജാതയും ചേർന്ന് ആലപിച്ച മനോഹരമായ ഈ പ്രണയഗാനത്തിന് ശേഷം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ പ്രണയവും പ്രണയ വിശേഷങ്ങളുമായി റീനു. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ രമ്യെന്ന പിശം വന്നില്ലേ? അപ്പോൾ ടെസ അയച്ച ഒരു മെസ്സേജ് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ടെസയ്ക്ക് പണ്ട് ഒരാൾ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നിട്ട് ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ റിജക്റ്റ് ചെയ്ത കാര്യം. അതിനയാൾ കാരണം പറഞ്ഞ് ഞാൻ അയാളെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ, എനിക്ക് പ്രണയമൊന്നും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ടെസ ഓർത്തു, ഈ ജീവിതത്തിൽ വേറെ ആരും ഇനി കടന്നു വരില്ല, അവൾക്കാരെയും പ്രണയിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ കുറച്ച് നാളിന് ശേഷം അവൾ വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്തു, ഒരു പ്രണയത്തിലായി. ഇപ്പം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ പഴയ ആൾ തിരിച്ചു വന്നിരിക്കുക. അയാൾ പറയുന്നത് അന്ന് അയാൾ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, ഇന്ന് അയാൾക്ക് ടെസയോട് ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ ടെസ ചോദിച്ച്. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഈ ചോദ്യമാണ് റീനുവിനെ ചോദിക്കുന്നത്. ഒരു പാസ്റ്റ് ലവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? അയാളെ ആക്സെപ്റ്റ് ചെയ്യോ, അതോ ഇപ്പോഴുള്ള ഇയാളാണ് നമുക്കെല്ലാം എന്ന് കരുതി മുന്നോട്ട് പോവോ? ഉത്തരം പോസ്റ്റ് ചെയ്യണം കേട്ടോ. കൂടെ മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുക. റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. Does love bite? Yes, sometimes it really bites. ക്ലബ് എഫ്എമ്മിലെ The Love Bites with റീനു. പണ്ടുണ്ടായിരുന്നൊരിഷ്ടം, അന്നത് കിട്ടിയില്ല. ഇപ്പം ജീവിതത്തിൽ മറ്റൊരാളുള്ളപ്പോൾ അത് തിരിച്ചെത്തിയേക്കുക. എന്താ ചെയ്യുക? ടെസയുടെ ഈ ചോദ്യത്തിന് ആദ്യം വന്ന മറുപടികൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? റീമ പറഞ്ഞത് ചിലപ്പോൾ ആ സമയത്ത് അയാൾക്ക് പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അന്ന് ഇഷ്ടമെന്ന് പറയാഞ്ഞ്. ഇപ്പോൾ അയാൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് ടെസ ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീമ, ടെസയുടെ ലൈഫിൽ ഇപ്പോൾ വേറൊരാളുണ്ട്. പിന്നെ ഈ റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആകുമ്പോൾ അതിന് പല കാരണങ്ങൾ കാണാം കേട്ടോ. ചിലപ്പോൾ അത് പാർട്ട്ണർ ചീറ്റ് ചെയ്തുകൊണ്ടാവാം, ചിലപ്പോൾ ആ ബന്ധം നമുക്ക് വിരസമായത് കൊണ്ടാകാം, അതുമല്ലെങ്കിൽ അതൊരു ഇമോഷണലി ടോർച്ചറിങ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടും ആവാം. ഇത്തരം ഏത് റീസൺ കൊണ്ടാണ് ആ ബന്ധം തകർന്നതെന്ന് നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അയാൾ തിരിച്ചു വന്നാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യരുതെന്ന് ലവ്യ പറഞ്ഞിട്ടുണ്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും പറയണോ? എന്നാൽ 56070 മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഒരുപാട് ഡെഡിക്കേഷൻസ് റീനു കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വളരെ കുറവാണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിന് ഇന്ന് വന്നിരിക്കുന്ന ഡെഡിക്കേഷൻ ഒരു കൊച്ചു കഥയാണ്, പേര് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു 6 years ബാക്ക്. അവളെ ഞാൻ ചീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ മറ്റൊരു കുട്ടിയെ പ്രണയിച്ചു, അവളെയും ഞാൻ ചീറ്റ് ചെയ്തു. എന്നിട്ട് 3ാമത് ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി. 3 വർഷം പ്രണയിച്ചു. ഈ പെൺകുട്ടിയെ കല്യാണം ആലോചിക്കണമെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് തന്നെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറയാ, നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കും? നീ പണ്ട് 2 പേരെ പറ്റിച്ചിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയാലോ എന്ന്. എൻ്റെ പൊന്നു റീനു, ആ സമയത്താണ് എനിക്ക് മനസ്സിലായേ നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന്. എന്തായാലും പ്രണയത്തിലെ വേദന അവൾ എന്നെ പഠിപ്പിച്ചു. അവൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് കൊടുക്കണം, പിന്നെ ഞാൻ പറ്റിച്ച ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന്. പേര് പറയാത്ത ഈ അജ്ഞാതന് ഞാനൊരു പാട്ട് വെച്ച് തരാം. പിന്നെ ഇതുപോലെ ലവ് സ്റ്റോറീസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണോ? ഇഷ്ടപ്പെടുന്നയാൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോളൂ. ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്.